बैठ इधर। अभी मत आना, बोल रहा हूँ। बोल जय श्री राम, बोल जय श्री राम। बोलेगा नहीं ना बोलेगा। बोल जय श्री राम। उधर गया ले आओ इधर आओ, इधर 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 बोल, इधर बोल जय श्री राम, बोल जय ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. നമ്മുടെ കേരളം വിട്ട് തമിഴ്നാടൊക്കെ വിട്ട് മേലെ കണ്ട് കയറി കഴിഞ്ഞാൽ എവിടെ പോയാലും കേൾക്കുന്ന ഒരു വാക്കാണ് ജയ് ശ്രീറാം, ജയ് ശ്രീറാം. എന്താണ് ഇവർ ജയ് ശ്രീറാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റുള്ള മതസ്ഥരൊക്കെ ഈ ജയ് ശ്രീറാം എന്നുള്ളത് ഏറ്റു വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മതത്തിൽ ആള് കൂടുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ബലം കൂടുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എവിടെയെങ്കിലും ഇന്ത്യയിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കേട്ടിട്ടുണ്ടോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ നിങ്ങൾ യേശു യേശു എന്ന് വിളിക്കണം എന്ന് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിക്കണോ? ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ നിങ്ങളെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടോ? ആരെ കൊണ്ടെങ്കിലും വിളിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ജയ് ശ്രീറാം വിളിപ്പിക്കുന്നത്? അത് വിളിക്കുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നേട്ടം? ജയ് ശ്രീറാം. നമ്മളൊക്കെ രാമനെ കുറിച്ച്, ശ്രീരാമനെ കുറിച്ച് നമ്മൾ എന്താണ്, പിന്നെ ഏത് അന്യമതസ്ഥര്, ഞാനൊരു മുസ്ലിമാണ്, ഞങ്ങളെപ്പോലുള്ള ആളുകൾ ശ്രീരാമനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിക്കണമെന്ന് അറിയോ? മര്യാദാ പുരുഷോത്തമനാണ് ശ്രീരാമൻ. ഇത്ര നല്ലൊരു വ്യക്തിത്വം വേറെ ആരുണ്ടാവില്ല. അത്ര കണ്ട് നല്ലൊരു വ്യക്തിയാണ് ഈ ശ്രീരാമൻ എന്ന് പറയുന്ന വ്യക്തി, ആ ദൈവം. അതുപോലെ പിന്നെ യേശുവിനെ കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? യേശു ഞങ്ങളുടെ പിന്നെ അള്ളാഹുവിൻ്റെ ദൂതനായിട്ടാണ് യേശുവിനെ കാണുന്നത്, ഈസാ നബി. അദ്ദേഹം അത്രമേൽ നല്ല ഒരു മനുഷ്യനാണ്. അങ്ങനെ ഓരോ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് നല്ല മനുഷ്യനാകൂ, മറ്റുള്ളവരെ സ്നേഹിക്കൂ, അയൽവാസിയെ പിന്നെ സ്നേഹിക്കൂ, പിന്നെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവൻ ഞങ്ങളിൽപ്പെട്ടവനല്ല, നമ്മളിൽപ്പെട്ടവനല്ല. അങ്ങനെ കണ്ട് ഓരോന്നും എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തിനാണ് ഈ വിദ്വേഷം? നിങ്ങൾ ആരെ കാണിക്കാനാണ് ഈ ജയ് ശ്രീറാം വിളിപ്പിക്കുന്നത്? എന്ത് നേട്ടാണ് നിങ്ങൾക്ക്? 4 ഓട്ടോ പാവപ്പെട്ട ആളുകളെ പിടിച്ചു നിർത്തിയിട്ട് ജയ് ശ്രീറാം വിളിക്കും. ഈ വർഗീയത നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കണം. അതിന് ഈ RSS എന്ന് പറയുന്ന, അല്ലെങ്കിൽ സംഘ് പരിവാർ, അല്ലെങ്കിൽ BJP, ഇക്കൂട്ടർ മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയെ പോലും അവർ പിച്ച് ചീന്തുന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഒരു ക്രിസ്ത്യൻ അച്ഛന്റെ തോളിൽ കൈയിട്ടിക്കൊണ്ട് ജയ് ശ്രീറാം വിളിച്ച ഒരു വീഡിയോ നമ്മൾ കണ്ട്. മാതാ മേരി എങ്ങനെയാണ് പ്രസവിച്ചത് എന്നൊക്കെയാണ് സംശയം. എന്ത് അവഹേളനാണ് ഒരു മതത്തെ! എന്താണ് ഇവർ നേടുന്നത്? ഈ പറയുന്ന മൊട്ട മുസ്ലിം ആയിരുന്നു, എക്സ് മുസ്ലിമാണ്, ബംഗ്ലാദേശി. ഇന്ത്യക്കാരനാണോ അയാള്? ഇന്ത്യക്കാരൻ പോലും അല്ലാത്ത ബംഗ്ലാദേശിയായ ഈ മൊട്ട നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് നമ്മളെയാണ് മതം പഠിപ്പിക്കുന്നത്. ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ നമ്മുടെ കേരളത്തിലെ, നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടനക്ക്? പിന്നെ എന്തുകൊണ്ടാണ് ഈ പോലീസ് സൈന്യം മൊത്തം ഇവർക്ക് കാവലായി നിന്ന് ഇവർക്ക് വേണ്ടി ഈ കാവൽ പണി ഏറ്റെടുക്കുന്നത്? ഇവർ ഈ ചെയ്യുന്ന അതിക്രമത്തിനൊന്നും പോലീസ് നോക്കുകുത്തുകളായി നിൽക്കുകയാണ്. ആ സർക്കാരുകൾ BJP സർക്കാർ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ പാർട്ടികളെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ അതിനൊരു ബദൽ സംവിധാനം വരിക തന്നെ വേണം. നിങ്ങൾ എവിടെയെങ്കിലും നമ്മുടെ കോൺഗ്രസ് ആണല്ലോ ഇന്ത്യയിലെ പ്രതിപക്ഷം, എവിടെയെങ്കിലും കണ്ടോ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം? എന്തേ കോൺഗ്രസിന്റെ നാവ് എവിടെ പോയി? നമ്മുടെ പിന്നെ പ്രതിപക്ഷ നേതാവൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ ശക്തമായ പ്രതിഷേധം? എവിടെയും കാണാൻ പറ്റുന്നില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരും ഇവരൊക്കെ ഒന്ന് സന്ദർശിക്കാനും. പണ്ട് ബുൾഡോസർ മാന്തിയ വീടുകളുടെ ഒക്കെ അടുത്ത് വന്നിട്ട് കുറെ പിന്നെ വന്നു പോയതാണ്. എന്താണ് ഇവരെ കൊണ്ടൊക്കെ നേട്ടം? നമുക്ക് നല്ലൊരു ബദൽ സംവിധാനമാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇത്ര വർഗീയത പറയുന്നവർക്കെതിരെ ഓരോരുത്തരും എതിർത്ത് തന്നെ നിൽക്കണം. അവർക്കെതിരെ പോരാടുക തന്നെ വേണം. ജയ് ഹിന്ദ്.